ഇന്ന് ഡിസംബർ 9 5 മലയാളം സിനിമകളുടേതുൾപ്പെടെ 6 OTT അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ ഈയാഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്യപ്പെട്ട ബോഗെയിൻവില്ല അപ്ഡേറ്റ് ആണ്. അമൽ നീരദിന്റെ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ബോഗെയിൻവില്ല എന്ന സിനിമ ഈ ആഴ്ച ഡിസംബർ 13 സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യും. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും കുഞ്ചാക്കോ ബോബനും ഫഹദും കൂടി പ്രധാന റോളുകളിലെത്തിയ ബോഗെയിൻവില്ല OTT റിലീസ് ചെയ്യുക. രണ്ടാമത്തേത് ഈ ആഴ്ച OTT റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോജ് ബാജ്പേയി നായകനെത്തിയ സിനിമയാണ് ഡിസ്പാച്ച്. ചിത്രം C5 ഡിസംബർ 13 OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച ഒരു സിനിമ കൂടി OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. അത് കഥ ഇന്ന് വരെ എന്ന സിനിമയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബിജു മേനോൻ, നിഖില വിമൽ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. മനോരമ മാക്സ് നേരത്തെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഡിസംബർ 13 OTT റിലീസ് ചെയ്യുന്നതാണ്. നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണല്ലോ ആനന്ദ് ശ്രീബാല. സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സും ആമസോൺ പ്രൈമും സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. മനോരമ മാക്സ് ഒഫീഷ്യലായിട്ട് OTT അവകാശങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞ മറ്റൊരു മലയാളം സിനിമയാണല്ലോ ഐ ആം കാതലൻ. നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ നെസ്ലൻ നായകനെത്തിയ സിനിമ മനോരമ മാക്സിലൂടെ ക്രിസ്മസ് പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തയാഴ്ച ഡിസംബർ 20 മനോരമ മാക്സിലൂടെ ഐ ആം കാതലൻ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ചയോടെ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനവും വന്നേക്കും. ഇതിനിടയിൽ ഇന്നൊരു മലയാളം സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അത് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ദ്രൻസ്, മുരളിഗോപി തുടങ്ങിയവർ അഭിനയിച്ച കനകരാജ്യം എന്ന സിനിമയാണ്. ചിത്രം ആമസോൺ പ്രൈമിലൂടെയാണ് ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുന്നത്. ആമസോൺ പ്രൈമിനെ കൂടാതെ കനകരാജ്യം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു മലയാളം സിനിമ കൂടി ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.